ലാൽ സലാം മോഹൻലാൽ നായകനെത്തിയ ജിത്തു ജോസഫ് സിനിമ ഇവിടെ നേര് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ആദ്യ പ്രതികരണം പുറത്തു വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഗംഭീരമായിട്ടുണ്ട് ലാലേട്ട എന്നുള്ളതാണ്. വലിയ ഒരു തിരിച്ചു വരവ് തന്നെയാണ് മോഹൻലാൽ വരുത്തിയിരിക്കുന്നത്. അതെ, ഈ ഒരു സിനിമ ഒരു സാധാരണ സിനിമയായിട്ട് വരികയും സാധാരണ സിനിമയായിട്ട് വന്ന് ജനങ്ങളിലേക്ക് കയറുകയും ചെയ്ത ഒരു സിനിമയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് മികച്ച രീതിയിൽ നിന്നു എബവ് ആവറേജ് എന്നുള്ള ലെവലാണെങ്കിൽ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഞെട്ടിക്കുന്ന ലെവലിൽ തന്നെയാണ് ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളത്. കാരണം ഈ ഒരു ജോണറിൽ വരുന്ന സിനിമകളെല്ലാം തന്നെ നമ്മൾ മലയാളികൾക്ക് വലിയ രീതിയിൽ ഇഷ്ടമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സിനിമ പറയുന്ന കഥാ രീതിയും അതേപോലെ തന്നെ അതി ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമ എത്തിച്ചിരിക്കുന്നത് ആളുകളിലേക്ക്. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു അവതരണവും ഒപ്പം അഭിനയവും കാര്യവും എല്ലാം ഒരുമിച്ച് വരുമ്പോൾ എല്ലാവരുടെയും ഗംഭീര പെർഫോമൻസും വരുമ്പോൾ വീണ്ടും മോഹൻലാൽ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഫസ്റ്റ് റിവ്യൂവിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ വരാം. അതിനു മുമ്പ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെ എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും അതിഗംഭീരമായിട്ടൊരു ഇമോഷണൽ വേയിൽ മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസാണ് അടുത്ത ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. ഒപ്പം കട്ടയ്ക്ക് സിദ്ധിക്കുമുണ്ട്. ഇതിനകത്ത് ഓരോ വ്യക്തികളും മനോഹരമായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സമീപകാലത്ത് വന്നിരിക്കുന്ന എല്ലാ സിനിമകളും ഈ ഒരു രീതിയിൽ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു എബവ് ആവറേജിൽ നിന്നിട്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കൊടൂരമായിട്ടുള്ള ലെവലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു. അതായത് വീണ്ടും ഒരു വലിയ സക്സസ് സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന എല്ലാ തരം പ്രേക്ഷകർക്കും വലിയ രീതിയിൽ ഇഷ്ടമാകും. പ്രത്യേകിച്ച് ഈ സിനിമ ഒട്ടും ബോറടിപ്പിക്കാൻ